ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 23 വരെയുള്ള വാക്യത്തിൻ്റെ 4-ാമത്തെ ക്ലിപ്പാണ്. ദൈവമക്കളെ, ഞാൻ എന്തിനാണ് പറയുന്നത്? വെള്ളി, പൊന്ന്, മരം, പുല്ല്, വൈക്കോൽ, ഈ 5 സാധനം എന്ത് ചെയ്യും? ശോധന ചെയ്യുമ്പോൾ, തീയിൽ കൂടി ശോധന ചെയ്യുമ്പോൾ വെന്തു പോകും. തീയിൽ കൂടി ശോധന ചെയ്യുമ്പോൾ വെന്തു പോകാത്തത് എന്താ ഉള്ളത്? യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ലുകൾ. അപ്പോൾ ഈ വെള്ളി, പൊന്ന്, മരം, പുല്ല്, വൈക്കോൽ ഏതാ? ഇന്ന് കാണുന്ന പെന്തക്കോസ്തുകാരിൽ നല്ലൊരു ശതമാനം, എല്ലാവരും അല്ല, അത് ഞാൻ തീർത്തും പറയുന്നുണ്ട്. എല്ലാവരെയും അടച്ചു ഞാൻ ഒരിക്കലും പറയത്തില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കണം. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ലുകൾ ഒത്തിരി കിടപ്പുണ്ട്. പക്ഷെ അതൊരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ. പൗലോസ് പറഞ്ഞു, എക്കാലം ഒരു ശേഷിപ്പേ ഉള്ളൂ. യഹൂദന്മാരുടെ ഇടയിൽ ഒരു ശേഷിപ്പേ ഉള്ളൂ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിൽ ഒരു ശേഷിപ്പേ ഉള്ളൂ. നോഹയുടെ കാലത്തും ഒരു ശേഷിപ്പേ ഉള്ളൂ. വേദപുസ്തകത്തിൽ എപ്പോഴും ഒരു ശേഷിക്കുന്നു. ആ ശേഷിപ്പിൻ്റെ ഉള്ളിൽ ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ആയിത്തീരണം. പൗലോസ് പറയും, ചങ്ങലൊടിയ നിങ്ങളെല്ലാവരും എന്നെ പോലെ ആയിത്തീരണം എന്ന് പറഞ്ഞതുപോലെ ഈ ചെറിയ ശേഷിപ്പിൻ്റെ ഉള്ളിൽ ഈ ദൈവവചനം കേൾക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസീദാസന്മാരും വിശ്വാസി സഹോദരന്മാരും വിശ്വാസികളെല്ലാം ആയിത്തീരണമെന്നാണ് ഈ അടിയൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഹല്ലേലൂയ. അപ്പോൾ വെള്ളി, പൊന്ന്, മരം, പുല്ലെല്ലാം വഞ്ചു പോവും. വിലയേറിയ കല്ലായ യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ലുകൾ കൊണ്ടാണ് സഭ പണിയേണ്ടത്. അപ്പോൾ ഒന്നുകൂടി പറയട്ടെ ആ വാക്യം. യേശുക്രിസ്തു വന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമില്ലാതെ മറ്റൊന്നിടാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്നവതെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ. അപ്പോൾ ദൈവം ശോധന ചെയ്യുന്ന സമയത്ത് വെന്തു പോകാതിരിക്കുന്നത്, തകർന്നു പോകാതിരിക്കുന്നത്, നശിച്ചു പോകാതിരിക്കുന്നത് ആരാ? യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് യേശു എൻ്റെ കർത്താവും രക്ഷകനുമാണെന്ന് ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ഏറ്റുപറഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശമനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന വിശുദ്ധന്മാർ, വിശുദ്ധമതികളാണ് കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടുന്നത്. അങ്ങനെയുള്ള മരിച്ചുപോയവരാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. അല്ലാതെ യാതൊരു ഹോപ്പും നോക്കിയിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. എൻ്റെ പ്രിയ വാത്സല്യ ദൈവമക്കളെ, പൗലോസ് പറയുന്നു, സാത്താൻ നിങ്ങളെ ചതിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അന്യഥാ ഉപദേശം കേട്ട് ക്രിസ്തുവിൻ്റെ പ്രമാണം പ്രസംഗിക്കപ്പെടാതെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവചനം പത്തിക്കുത്ത് ഉപദേശമല്ലാതെ പ്രസംഗിക്കപ്പെടുന്ന ഫേക്കായിട്ടുള്ള തെറ്റായിട്ടുള്ള വചനപ്രഘോഷണങ്ങൾ കേട്ട് നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ നഷ്ടപ്പെടുത്തരുതെന്ന് നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കും. ഈയിടയ്ക്ക് ഒരു പാസ്റ്റർ പ്രസംഗിക്കാൻ അറിയുന്നുണ്ട്. പേര് ഊരും നാളും ഒന്നും ഞാൻ പറയുന്നില്ല. നഷ്ടപ്പെട്ടത് തിരിച്ചു തരുന്ന ദൈവം. പിന്നെ പിശാച് അടിച്ചോണ്ട് പോയത് തിരിച്ചു പിടിക്കാൻ നിന്നെ സഹായിക്കുന്ന ദൈവം. നിന്റെ ചെറ്റപ്പര മണിമാളിയാക്കുന്ന ദൈവം. നിന്റെ സൈക്കിള് 5 ലക്ഷത്തിൻ്റെ ബൈക്കാക്കി തരുന്ന ദൈവം. നിന്റെ പൂട്ട ബൈക്കിനെ ഒരു ഓടി കാറാക്കി BMW ആക്കി തരുന്ന ദൈവം. പ്രസംഗം കേട്ട് ഞാൻ വളരെ നിരാശപ്പെട്ടു. എനിക്ക് നാളെ നന്നായിട്ട് അറിയാം. ഞാൻ ആ വ്യക്തിയെ ഓർത്ത് സഹതപിക്കുന്നു. ഞാൻ ആ വ്യക്തിയെ ഓർത്ത് കരയുന്നു. ഞാൻ അങ്ങനെയുള്ള സമൂഹത്തെ ഓർത്ത് വിലപിക്കുന്നു. അങ്ങനെയുള്ള ഇന്റർനാഷണൽ പാസ്റ്റർമാരെ ഓർത്ത് ഞാൻ കരയുന്നു. നമുക്ക് ഒരുമിച്ച് കരയാം, ഒരുമിച്ച് നിലവിളിക്കാം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവരാണ് നിൽക്കണം. അതാണ് നമ്മുടെ വിഷയം. ഇന്ന് പലരും സംഘടനയ്ക്ക് കൊള്ളാം. ഇന്ന് പലരും ഈ ലോകത്തിലെ പാസ്റ്റർമാർക്ക് കൊള്ളാം. ഇന്ന് പലരും ഈ ലോകത്തിലെ വിശ്വാസികൾക്ക് കൊള്ളാം. അവർ ദൈവത്തിന് കൊള്ളാകുന്നവരല്ല. എൻ്റെ ശ്രമം ഞാൻ ദൈവത്തിന് കൊള്ളാനായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം.
സ്വോത്രം 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 സ്വോത്രം. അടുത്ത 16-ാം വാക്യം വായിച്ചോട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിക്കുന്നില്ല ദൈവം. അപ്പൊ ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മൾ. യേശുക്രിസ്തു ആകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്ന യേശുവിന്റെ അടുക്കൽ വന്ന പത്രോസിന്റെ വചനപ്രകാരം 1 പത്രോസ് 2:4 മുതൽ 8 വരെയുള്ള വാക്യം നന്നായിട്ട് വായിച്ചു പഠിച്ചോണം ഈ പ്രസംഗം കേൾക്കുന്നവർ. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 23 വരെയും വായിച്ചു പഠിച്ചോണം ഈ പ്രസംഗം കേൾക്കുന്നവർ. എഫേസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു പഠിച്ചോണം ഈ പ്രസംഗം കേൾക്കുന്നത്. 3 വേദഭാഗങ്ങളിലൂടെയാണ് സഭപണി നടക്കുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നത് ശരിക്കും, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പ്രദേശികളുമല്ല. എഫേസർ 2:19 മുതൽ വിശുദ്ധന്മാരുടെ സഹോദരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരാണ്. ദൈവത്തിന്റെ ഭവനം, നമ്മൾ ദൈവത്തിന്റെ ഭവനമാ. ഞാൻ ദൈവത്തിന്റെ ഭവനമാ. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഭവനമാ. ദൈവാത്മാവ് വസിക്കുന്ന ഭവനമാ. അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത്, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. പൗലൂസ് ആകുന്ന ഭവനത്തിൽ ദൈവാത്മാവ് വന്ന് വസിക്കുക. ആ ആത്മാവിനെ കൊണ്ട് ആത്മാവാം ദൈവത്തെ ആരാധിക്കുക. നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. നാം ദൈവത്തിന്റെ ഭവനമാ. പണ്ടൊരു പഴയ പാസ്റ്റർ എന്നോട് ചോദിച്ചു, ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററേ നാം ദൈവത്തിന്റെ മന്ദിരമല്ലേ? അതെ. അതിനിട്ട് അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു, തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് തൊട്ടുപോകരുത്? ഈ ദൈവത്തിന്റെ മന്ദിരമാ. ഈ മന്ദിരത്തെ നീ ഒരു നിലയിലും ഡെക്കറേഷൻ ചെയ്യരുത്. ഒരു നിലയിലും നീ അലങ്കരിക്കരുത്. ഒരു നിലയിലും നിന്റെ ചെപ്പടി വിദ്യകൾ ഈ ശരീരത്തിൽ നീ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ, നരകത്തിൽ പോയി കിടക്കുമ്പോൾ. ഈ വചനം അഴിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരായി തീരരുത് നമ്മൾ. ഈ വചനം ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തെ മോടി പിടിപ്പിക്കാനോ ഈ ശരീരത്തെ അലങ്കരിപ്പിച്ച് ചെറുപ്പക്കാരനായിട്ട് നടക്കാനോ നമുക്ക് പാടില്ല. നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് കിട്ടണ മേടിച്ചു കൊടുത്തോണം ദൈവത്തിൽ നിന്ന്. പറയാനുള്ളത് പറയാൻ എൻ്റെ ഉത്തരവാദിത്വം. പറഞ്ഞിട്ട് ഞാൻ അതനുസരിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ കാര്യവും പോക്കാം. ആ ഒരു ഭയം മാത്രമേ എനിക്കുള്ളൂ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അടുത്ത് ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ. അപ്പൊ ഏതെങ്കിലും നിലയിൽ ദൈവവ്യവസ്ഥ പ്രകാരം ജീവിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഡെക്കറേഷൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുകയാണ്. ശരിയല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ സഹോദര? പറ. അങ്ങനെയില്ലേ? വാക്യമില്ലേ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവമക്കളെ, നമ്മൾ ഭയപ്പെടണം ദൈവത്തെ. ഹല്ലേലൂയ. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് പോഷനായി തീരട്ടെ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവം പോഷകമാക്കിയല്ലോ. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു എന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥമെന്നും അറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. എന്നിൽ നിങ്ങൾ ആരും പ്രശംസിക്കരുത്. ഞാൻ എന്നിൽ തന്നെ ഞാൻ പ്രശംസിക്കരുത്. എനിക്കൊരു പണമുണ്ട്, എനിക്ക് ആനയുണ്ട്, എനിക്ക് കൂനയുണ്ടെന്നൊന്നും നമ്മൾ പറയരുത്. ദൃശ്യമല്ലാത്തൊരു വൈറസ് നമ്മുടെ ശരീരത്തിലൂടെ കയറിയാൽ ഡോക്ടർമാർ എന്തൊക്കെ മരുന്ന് കുത്തിവെച്ചാലും ശരി, അവസാനം നമ്മളെ കൊണ്ട് ആ വൈറസ് പോവുള്ളൂ. ശാസ്ത്രം കണ്ടുപിടിച്ചേക്കുന്ന കാര്യമാണ്. ദൃശ്യമല്ലാത്ത വൈറസ്, കണ്ണിന് കണ്ടുപിടിക്കാൻ പറ്റാത്തത്, മൈക്രോസ്കോപ്പുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ ആ വൈറസ് നമ്മളെ രോഗിയാക്കി ഈ ലോകത്തിൽ നിന്ന് മാറ്റാൻ ഏതാനും ദിവസങ്ങൾ മതി. ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരത്തെ നിങ്ങളും ഞാനും നശിപ്പിക്കരുത്. ഇതാരാ ഇതൊക്കെ മനസ്സിലാക്കണേ? ഇതൊക്കെ 10,000 പ്രാവശ്യം കേട്ടാലും വഴിയരികെ വീണതോ മുള്ളിനിടയിൽ വീണതോ പിന്നെ
പാറപ്പുറത്ത് വീണ വചനം പോലോ ആയിത്തീർന്നാൽ എന്താ അതുകൊണ്ട് ഗുണം? അതുകൊണ്ടാണ് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ എല്ലാവരും കർത്താവെ എന്നോട് സംസാരിക്കണം, കർത്താവിനോട് സംസാരിക്കണം, ഞാനിതാ ഒരുക്കപ്പെട്ട നിലം പോലെ ദൈവസേനയിൽ എന്നെ ഏൽപ്പിച്ചു വരുന്ന കർത്താവേ എന്നും പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളിച്ചു കൊണ്ടിരിക്കണമെന്ന് പറയണതിൻ്റെ കാര്യമത. കർത്താവ് പറയുന്ന വചനങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ച് ആത്മാവിനാൽ പണിയപ്പെട്ട് കർത്താവ് വസിക്കുന്ന ഒരു മനോഹരമായ ഒരു ആലയമായി നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു അറിയുന്നില്ലയോ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവവചനമാകുന്ന ദൈവം വസിക്കുന്ന ഒരു മന്ദിരമായി നിങ്ങൾ തീരണം. ദൈവവചന പ്രഘോഷണത്തിലൂടെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ശുദ്ധീകരണം പ്രാപിക്കണം. ഓരോ സമായോഗത്തിലും ഓരോ കോട്ടേജ് മീറ്റിങ്ങിലും ഓരോ ഉപവാസ പ്രാർത്ഥനയിലും നമ്മൾ സംഭവിക്കേണ്ടത് എന്താണ്? ദൈവവചനം കേട്ട് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. അത് വല്ലതും ഇന്ന് നടക്കുന്നുണ്ടോ? പോത്തുപോലെ ഇരുന്ന് ഉറങ്ങുക ചിലർ വചനം കേൾക്കുമ്പോൾ. ഉറങ്ങത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, ചിലപ്പോൾ ഉറക്കമൊക്കെ വരും, എനിക്കും വന്നു പോയിട്ടുണ്ട്. എപ്പോഴും അതായാലോ തിരുത്തണം. എങ്ങനെ തിരുത്തണം? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, എനിക്ക് ഉറങ്ങാതിരിക്കും വചനം കേൾക്കാൻ. കർത്താവെ ശ്രദ്ധയോടെ വചനം കേൾക്കാൻ. കർത്താവെ ഈ പ്രസ്താവിക്കപ്പെടുന്ന വചനങ്ങൾ കേട്ട് ഒരു വലിയ ശുദ്ധീകരണത്തോടെ ഇനി കടന്നു പോകാൻ ഇടയാകണമേ എന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേ കഴിക്കുന്ന ബിരിയാണി പോലും ദഹിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് ദഹിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ എന്തിനൊക്കെ തുറന്നു പറയുന്നത്? നമ്മൾ ഇനി ഒളിച്ചു വെച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? രഹസ്യമായിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? രഹസ്യമായി പറയുന്നതൊക്കെ പുറമുള്ളിൽ ഘോഷിക്കുന്നില്ലേ കർത്താവ് പറഞ്ഞു, അല്ലേ? പറഞ്ഞോ അങ്ങനെ? ചില അടക്കം പറച്ചിലുണ്ടല്ലോ സഹോദരിമാർ തമ്മിൽ. പുറമുള്ളിൽ ഘോഷിക്കുന്ന സമയം വരുന്നു. ദൈവസഭയ്ക്ക് ഒരു രഹസ്യവും ഇല്ല, എല്ലാം പരസ്യമായിട്ട് കിടക്കട്ടെ. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില സമയത്തൊന്നും തുറന്ന് പറയത്തില്ല. കാരണം എന്താ? യവനെന്നെ നേടാൻ യവനെന്നെ പോലെയായി, പിന്നെ യഹൂദനെ നേടാൻ യഹൂദനെ പോലെയായി. ഒരു നമ്പൂതിരിയെ നേടാൻ നമ്പൂതിരിയെ പോലെ ആകണം. അതാ പോലീസ് ഓടിക്കുന്നത്. ഒരു കത്തോലിക്ക ആണെന്ന് അവൻ്റെ വിഗ്രഹനയിൽ കൊള്ളണമെന്നല്ല എൻ്റെ അർത്ഥം. ഇപ്പോൾ ഇറച്ചി കഴിക്കുന്ന ഞാൻ ഒരു നമ്പൂതിരി സഹോദരൻ രക്ഷിക്കപ്പെട്ട് അവനെയും കൊണ്ട് പോകാൻ നേരത്ത് 2 ഇറച്ചിയും പൊറോട്ടയും കഴിക്കാമെന്ന് എൻ്റെ ആഗ്രഹം മനസ്സിൽ വെച്ചേക്കണം. നിന്റെ കൂടെ വരുന്നവൻ എന്താ? ഇഡ്ഡലിയും ചമ്മന്തി കഴിക്കും, നീ കൂടെ ഇഡ്ഡലിയും ചമ്മന്തി കഴിച്ചേക്കണം. അങ്ങനെ ഇഡ്ഡലിയും ചമ്മന്തിയും കഴിക്കാതെ നീ ഇറച്ചി കഴിക്കുമ്പോൾ നീ അവനെ ദണ്ഡിപ്പിക്കുക. നീ ക്രിസ്തുവിനെതിരെ പാപം ചെയ്യുന്നു എന്നാണ് പോലീസ് ഓടിപ്പിച്ചത്. ഞാൻ കേട്ട് ഞെട്ടിപ്പോയത്. ആ സഹോദരന്റെ മുമ്പിൽ വെച്ച് നീ അത് വലിച്ചു വാരി തിന്ന്, നിന്റെ കൊതി കൊണ്ടത് തിന്ന് നീ ഭക്ഷിക്കുമ്പോൾ ആ സഹോദരൻ അപ്പുറത്തിരുന്നുകൊണ്ട് എന്ത് ചെയ്യുക? ഞരങ്ങുക. ദൈവമേ, ഞാൻ തിന്നാത്ത കാര്യം എൻ്റെ പാർശ്വ തിന്നുന്നല്ലോ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുവിശ്വാസി തിന്നുന്നല്ലോ. അപ്പം നീ ക്രിസ്തുവിനെതിരെ പാപം ചെയ്യും. ആ നിലയിൽ നമ്മൾ ദൈവവചനം പഠിച്ചാൽ നമ്മൾ എത്ര പേര് സ്വർഗത്തിൽ എന്ന് ചോദിച്ചില്ലേ സഹോദരൻ? എത്ര പേർക്ക് നിത്യത പ്രാപിക്കാൻ കഴിയും? നമ്മൾ അപ്പോസ്തലോപദേശം പഠിക്കാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചുമ്മാ വല്ലതുമൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഈ ഉപദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ച് വിറയ്ക്കും. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അല്ല, 19-ാമത്തെ വാക്യം സഹോദരി. മതി മതി, എന്താ ഒന്നുകൂടി, അത് വേറൊരു വാക്യം കേട്ടോ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. എൻ്റെയും നിൻ്റെയും ശരീരം നിൻ്റേതല്ല, യേശു ക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ച് യേശുവിൻ്റെ കർത്താവും രക്ഷിതവുമായി എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിന്നെ കർത്തൃത്വം നടത്താൻ നീ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുക. പിന്നെ നിൻ്റെ തന്നിഷ്ടപ്രകാരം നടന്നാലുണ്ടല്ലോ ആട്ടിക്കൊണ്ട് പൊളയേണ്ടി വരും. മനസ്സിലായോ? നിങ്ങൾക്ക് താന്താങ്ങൾക്കുള്ളവരല്ല, ഫ്രാൻസിക്കുള്ളവനല്ല. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ ശരീരത്തിൽ കോനാമ്പിച്ച് കാണിക്കരുത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. എന്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങി? ഇതുകൂടി രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് പിതാവ് നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക.
ആ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട ശരീരം, ആ രക്തത്തിന്റെ ഉടമ്പടിയായ ശരീരം, ആ വാങ്ങിയവന്റെ ഇഷ്ടം മാത്രമേ ചെയ്യാവുള്ളൂ. ഞാനും നിങ്ങളും ഒക്കെ നമുക്ക് തോന്നിയ പോലെ പലതും ചെയ്യുന്നത്. ഒരു വ്യവസ്ഥയില്ല നമ്മൾ ചെയ്യുന്നതിന്. കണക്ക് കൊടുക്കണം ദൈവസന്നിധിയിൽ. തിരിച്ചു തല്ലിക്കൊണ്ടൊന്നും കാര്യമില്ല. മനസ്സിലായോ? സ്വർഗത്ത് ചെന്നെത്തണമെങ്കിൽ ഈ വിലയ്ക്ക് വാങ്ങിയവന്റെ ഇഷ്ടം ചെയ്യാതെ ഒരൊറ്റ എണ്ണത്തിന് അങ്ങോട്ട് പ്രവേശനമില്ല. ഇവിടെ കിടന്ന് കളിക്കാം, ഒരു കുഴപ്പമില്ല. ഇവിടെ കിടന്ന് ബഹളം വെച്ച്, ഇവിടെ കിടന്ന് ആള് കളിച്ച് ഞാനെന്തോ സംഭവമാണെന്നൊക്കെ പലർക്കും ഇന്നിപ്പോൾ അതല്ലേ ചെയ്യണേ. നമ്മുടെ ആത്മീയ കോളത്തിൽ കുറേ ആളുടെ പ്രാസംഗികന്മാരും കുറെ പാട്ടുകാരൊക്കെ ഉണ്ട്. എന്തൊക്കെയാ ഇവർ കാട്ടിക്കൂട്ടുന്നു? മരിച്ചു കഴിയുമ്പോൾ കൊണ്ടുവച്ച് ഒരു പാട്ട് കുർബാന. ആ പാട്ടുകാരനാണെങ്കിൽ മരിച്ചെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, പ്രദേശത്തൊക്കെ മനുഷ്യൻ ചെല്ലാൻ പറ്റത്തില്ല. പാട്ടിന്റെ പെരളിയായിരിക്കും പിന്നെ. ഞാൻ ചോദിക്കട്ടെ, അവിടെ കൂട് വന്നിരിക്കുന്ന ജനം നിന്റെ ചളവപ്പാട്ട് കേൾക്കാനാണോ വരുന്നത്? ചോദിക്കാതാ, പാട്ട് കേൾക്കാനാണോ വരുന്നത്? അവിടെ നിന്നെക്കാളും വലിയ പാട്ടുകാർ അവിടെ കൂട്ടത്തിലുണ്ട്. നിന്റെ പാട്ട് കേൾക്കാനല്ല വരുന്നത്. മരണ ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർത്താ ഞാൻ പറയല്ല, മറ്റുള്ളവരെ കുറിച്ചല്ല. ശവം കൊണ്ട് വെച്ചിട്ട് ഒടുക്കത്തെ പാട്ട്. ഈ പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന പോലെ സഹോദര, എനിക്കും നിനക്കും ഒരു മരണമെന്ന പ്രതിഭാസമുണ്ട്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ മരിക്കുന്നതിന് മുൻപ് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ച് ഒരു ദൈവവൈതലായി ജീവിച്ച് കർത്താവിൻ്റെ പ്രമാണങ്ങൾ ഓരോന്നും അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു ദൈവവൈതലായി നീ ജീവിക്കണമെന്ന് അവരെ പറഞ്ഞു കേൾപ്പിക്കണ്ടേ? ക്രിസ്തുവിൽ മരിച്ചവർ ജീവനോടെ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് അവരെ പഠിപ്പിക്കണ്ടേ? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരെ നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും എന്നവരെ പഠിപ്പിക്കണം. ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ളത് എന്താണെന്ന് പഠിപ്പിക്കണം. ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് മരിക്കുകയാണ് ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ളത്. അല്ലാതെ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കള്ളും കുടിച്ച് തോന്നിയാസം എല്ലാം കാണിച്ച് ഇല്ലാത്ത പാവപ്രവൃത്തി മുഴുവൻ ചെയ്ത് അവസാനം വല്ല വണ്ടിയിലടിയിൽ പോയി മരിച്ചിട്ട് വാരി കോരിക്കൊണ്ടുവന്ന് വെച്ച് പെട്ടിയിലാക്കിയിട്ട് ക്രിസ്തുവിൽ മരിച്ച വൃതന്മാർ ഭാഗ്യവാന്മാർ. എനിക്കറിയാം ഇഷ്ടം പോലെ. ഇന്നത്തെ അടക്ക ശുശ്രൂഷയിലൊന്നും എനിക്ക് പോകുന്ന താല്പര്യമില്ല. കാരണം അവിടെ പറയുന്നത് മുഴുവൻ ദൈവവചന വ്യവസ്ഥ വിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ. അതുകൊണ്ട് എനിക്ക് അതിനോട് താല്പര്യമില്ല. ഒരു ചെറുപ്പക്കാരൻ സഹോദരൻ ഒരു സ്ഥലത്ത് മരിച്ചു. ഞാൻ അവനോട് വചനം പറഞ്ഞു, ഇവനെ സൂക്ഷിക്കണം, ഇവൻ അന്യ കൂട്ടുകെട്ടുണ്ട്, ഇവൻ കൂട്ടുകാരുമായി കൂട്ടുകെട്ട് ചെയ്ത് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്, ഇവനെ സൂക്ഷിക്കണമെന്ന് ആ അപ്പനോട് ഞാൻ പറഞ്ഞു. അവസാനം ആ മകന് ബ്രെയിൻ ട്യൂമർ വന്ന് മരിച്ചു, 23 വയസ്സിൽ. അടക്ക ശുശ്രൂഷയ്ക്ക് എന്നെ വിളിച്ചു, ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ആ ഡെഡ് ബോഡി കണ്ടിട്ട് ഞാൻ പോയി. പാസ്റ്റർ ഇവിടെ ഇരുന്ന് ആ ശുശ്രൂഷകൾക്ക് പങ്കെടുക്കണം. ഞാൻ പറഞ്ഞില്ല, പോകാൻ പറഞ്ഞാൽ പോവുക. കാരണം എന്താ? നേരെ ചൊവ്വയല്ല അവൻ മരിച്ചത്. ആ പ്രമാണത്തിൽ നിന്നല്ല ആ കുഞ്ഞ് മരിച്ചത്. ക്രിസ്തുവിനെ വിട്ടുപോയ കൊച്ചാണത്. ഞാൻ അവിടെ അവനെ പ്രശംസിച്ചും അവനെ വളർത്തിയ അപ്പനും അമ്മയും ഒക്കെ പ്രശംസിച്ച അപ്പനൊരു പ്രൊഫസറായിരുന്നു. പറയേണ്ട കാര്യം പ്രശംസിച്ച് പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ അവിടെ പോയി പ്രശംസിച്ച് പറഞ്ഞാൽ പോകാൻ നേരത്ത് കഞ്ഞിയും കിട്ടും കവറും കിട്ടും. എനിക്ക് ആ കഞ്ഞിയും വേണ്ട കവറും വേണ്ട, പോരെ, തീർന്നില്ലേ? ഇന്ന് അടക്ക ശുശ്രൂഷയ്ക്ക് പോകുന്നവര് അവിടെ പോയി പ്രസംഗിച്ച് കവറ് മേടിക്കാനും കഞ്ഞി മേടിക്കുവാനാണ് നല്ലൊരു ശതമാനം പോകുന്നത്. തെറ്റാണത്. പാടില്ല, പാടില്ല, പാടില്ല. നമുക്ക് അനുഭവമില്ലാത്ത വ്യക്തികൾ, നമുക്ക് വേണ്ടപ്പെട്ട അറിയാത്ത വ്യക്തികൾ മരിച്ചു കഴിയുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പലതും പറഞ്ഞു പോയിട്ടുണ്ട്. അതോർത്ത് ഞാനിപ്പോൾ ദുഃഖിപ്പിക്കുക. ഇനി ഞാൻ തീരുമാനിച്ചു, അങ്ങനെ ഞാൻ പറയത്തില്ല. എനിക്ക് നല്ല വിശ്വാസമുള്ളവർ മരിച്ചാൽ അവർ പ്രമാണത്തിൽ നിന്ന് മരിക്കുന്നു, വ്യവസ്ഥയിൽ നിന്ന് മരിക്കുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും അവിടെ ഒരു വാക്ക് പറയാൻ. അല്ലെങ്കിൽ ഞാൻ അവിടെ പറയുന്ന മുഴുവൻ ഫോഷ്കായിട്ടാണ്. അത് ദൈവത്തോട് കണക്ക് കൊടുക്കും. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ ആ ബോധ്യം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ദൈവസഭയിൽ കാട്ടിക്കൂട്ടുന്ന ഓരോന്നിനും കണക്ക് കൊടുക്കണം. ദൈവവ്യവസ്ഥയല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നാദാപും അഭിഭൂവുമായി തീരുമെന്നുള്ള പേടി എനിക്കുണ്ട്.
ദൈവപ്രമാണം അനുസരിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ് പുതിയ നിയമസഭയിലെ വിശ്വാസി. എത്ര പേർക്ക് ആ ചിന്തയുണ്ട്? ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ് ഞാനെന്നും എത്ര പേർക്ക് ആ ചിന്തയുണ്ട്? അല്ല, ഈ നിലയിൽ സഭയിൽ പഠിപ്പിക്കുന്ന എത്ര പേരുണ്ട്? നാളൊരു ഭാഷ പറഞ്ഞിട്ട് പ്രസംഗിച്ചപ്പോൾ എനിക്ക് കുറഞ്ഞു പോയെന്ന് കാശ്. അവർക്ക് ഇച്ചിരി കൂടുതലെടുത്ത് എനിക്ക് കുറവ് കിട്ടിയെന്ന്. കുറവ് കിട്ടിയെങ്കിൽ അതുകൊണ്ട് പൊക്കോണം. ആരോടും പരാതിപ്പെടരുത്. നിന്റെ കുറവുകളെ പരിഹരിക്കുന്ന കർത്താവ് വേറെ ഉണ്ട്, നിനക്ക് വേണ്ടിയുണ്ട്. വേറെ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നിന്റെ കുറവ് കർത്താവ് പരിഹരിച്ചു തരും. പരാതിയായിട്ട് പറയണ്ട. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നിട്ട് എനിക്ക് ചക്ക സ്വതന്ത്രാഴ്ചയായിട്ട് തന്നിട്ടുണ്ട്. ചക്ക ഭാഷ ഒന്നുമില്ല, ഈ ചക്ക കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ മേടിച്ചുകൊണ്ട് പോയി. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പ്രസംഗിച്ചപ്പോൾ 10 രൂപ എടുത്ത് കൈ തന്നു ഒരാൾ, ഒരു വക്കീൽ, ഒരു വയസ്സനായ വക്കീൽ. പുള്ളി അടുത്ത ഭാഷയൊന്നുമല്ല, പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പുള്ളി 10 രൂപ കയ്യിൽ വെച്ച് തന്നെന്ന് പറയാം. 10 രൂപയാണെന്നും പറഞ്ഞ് മേടിച്ചു വെച്ചാൽ അവൻ്റെ തലമുറ മുഴുവൻ ശപിക്കാനാണ് എനിക്ക് കഴിയുക. ഞാൻ ആ 10 രൂപ മേടിച്ച് അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു പോകുന്നു. അല്ല എന്താ? ഇന്ന് 10 രൂപ മേടിച്ച് ശപിക്കുന്ന ഭാഷന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക ക്രിസ്തീയ കോളം. അവർക്ക് പ്രസംഗിച്ച് അവരുടെ പോക്കറ്റ് നിറയണം, അവരുടെ പള്ളയം നിറയണം. എന്താ ഇത്ര കാര്യം? കാശുകാരില്ലാത്തവൻ എന്ത് ചെയ്യും? ഭക്ഷണം വെച്ച് വിളമ്പാനില്ലാത്ത വീട്ടുകാരെന്ത് ചെയ്യും? നോട്ടിട്ടോ 8 പോക്കറ്റ്, ഇവിടെ ഒരു 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 പോക്കറ്റ്, അതാ ഇവിടെ ഒരു പോക്കറ്റ്, 8 പോക്കറ്റ്. എവിടെ ഇട്ടാലും അത് കർത്താവിൻ്റെ വേലയ്ക്കെന്ന്. ആര് പറഞ്ഞു കർത്താവിൻ്റെ വേലയ്ക്കെന്ന്? കള്ളപ്രവാചകന്മാരും ദുർവ്രേഷ്ടകന്മാരും പറയുന്ന ചതിയിലും വഞ്ചനയിലും ആരും കുടുങ്ങിപ്പോകരുതെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. നിങ്ങൾ അറിയാതിരിക്കരുത് യാഥാർത്ഥ്യം. ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായി ഞാനും നിങ്ങളും തീർന്നിരിക്കുമ്പോൾ നമ്മുടെ മന്ദിരമാകുന്ന നമ്മളിൽ നിന്ന് ദൈവത്തിന് ആരാധനയാണ് ഉയരേണ്ടത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം തരുന്ന പഠനം അതല്ലേ? ആകയാൽ നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല. 2:19 മുതൽ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരമാണ് നിങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നത്. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്നെന്ന് പറഞ്ഞാൽ ഒരു ബ്രിക്സ് പണിയുമ്പോൾ, ഒരു കെട്ടിടം പണിയുമ്പോൾ ശ്രദ്ധിച്ചേ, ഒരു വീട് പണിയുക. ആ പണിയുന്ന സമയത്ത് ഇതൊരു ബ്രിക്സ് ആണെന്ന് കരുതുക. ഹലോ, ഇതൊരു ബ്രിക്സ് ആണെന്ന് കരുതുക. ഈ ബ്രിക്സിൻ്റെ പുറത്ത് വയ്ക്കുന്ന കല്ല് കൃത്യമായിട്ട് വെക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? കൈയിരിക്കുന്ന ഇത് വെച്ച് തട്ടി 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 എൻ്റെ ഉണ്ട്, തൂക്കുകെട്ടൊക്കെ എൻ്റെ ഉണ്ട്, ഞാനത് ക്ലാസ് എടുക്കണമെന്ന് വിചാരിക്കുക. തട്ടി തട്ടി ആ കല്ലിനോട് ചേർത്ത്. ഇപ്പുറത്ത് തട്ടിയ ഒരു തട്ടിച്ചിരി കൂടിപ്പോയെങ്കിൽ ഇപ്പുറത്ത് ഒന്നുകൂടി തട്ടും. അതാണ് രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും. വിശുദ്ധന്മാരുടെ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ലോകത്ത് കിടക്കുന്ന ഗുണം പിടിക്കാത്ത ബന്ധക്കോസുകാർക്ക് വേണ്ടിയല്ല. യഥാർത്ഥമായി ജീവിക്കുന്ന ബന്ധക്കോസുകാർക്ക് കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും വന്നാൽ ദൈവം നിങ്ങളെ പണിയുക, അതിലൂടെ പണിതെടുക്കുക. അപ്പോൾ ആ കല്ല്, വെച്ച കല്ല് ശകലം മാറിപ്പോയെങ്കിൽ അതെന്ത് ചെയ്യും? ഇങ്ങനെ ഒരു തട്ട്, രോഗമാകുന്ന ഒരു തട്ട്, കഷ്ടതയാകുന്ന ഒരു തട്ട്, ആ തട്ടിലൂടെ നേരെ വെച്ച് പണിത് 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 മനുഷ്യർ വസിക്കുന്ന വീടുകളായി പണിയുന്ന പോലെ സഭയുടെ പണി മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് വിശ്വാസികളെ ഇതാ ഓരോ കല്ല്, ഒരു കല്ല് വെച്ച് പണിതു. ഒരു സ്ഥലത്ത് ഒരു സുവിശേഷം രക്ഷിക്കപ്പെട്ടു വന്ന് ആ വ്യക്തിയെ കൊണ്ടുവന്ന് പണിതു. അതിനുശേഷം അടുത്ത കല്ല്, അപ്പോൾ ഓരോരുത്തരെയും കൊണ്ടുവന്ന് അങ്ങനെ ആ കല്ലിനോട് ചേർത്ത് ആ സഭയിൽ വിശ്വാസികളാകുന്ന കല്ലുകളെ ദൈവവചന വ്യവസ്ഥപ്രകാരം ഉപദേശം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകുന്നവരെ തട്ടിമുട്ടി നേരെയാക്കി പണിത് മനുഷ്യർ വസിക്കുന്ന മന്ദിരങ്ങളാക്കി പണിയുന്ന പോലെ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരങ്ങളാക്കി വിശ്വാസികളെ പണിതെടുക്കുന്ന പണിയുടെ ഉപദേശമാണ് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ നിരത്തി വെക്കുന്നത്. ദൈവത്തെ ഓർത്ത് ഈ ഡിസ്ക് 1, 2, 3, 4, 5, 10 പ്രാവശ്യം കേൾക്കേണ്ടി വന്നാൽ കേൾക്കണം. കേട്ട് അതിൻ്റെ നോട്ട്സുകൾ എഴുതിയെടുക്കണം. എന്നിട്ട് ആ വ്യവസ്ഥ പ്രകാരം നിങ്ങൾ പണിയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. വിശ്വാസി നോക്കണം, പാസ്റ്റർമാർ നോക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പൗലോസ് എഴുതി വെച്ചേക്കുന്ന തീ ശോധന ചെയ്യുമ്പോൾ എന്ത് പോകും? നരകത്തിൽ ശോധന ചെയ്യുന്നൊരു സമയമുണ്ടെന്ന്.
എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞ് നിത്യതയിലേക്ക് പറഞ്ഞു വിടും. ദൈവത്താൽ ശപിക്കപ്പെട്ടവരെ, ഇടത്ത് നിൽക്കുന്നവരോട് എന്ത് ചെയ്യും? ശാപിക്കപ്പെട്ടവരെ എന്ന് പറയും. വേറെ പല രീതിയിലൊക്കെ ആ ഉപദേശം പഠിപ്പിക്കുന്നവരുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ന്യൂട്രൽ പരുവത്തിൽ ആർക്കും സ്വർഗരാജ്യത്തിൽ ചെന്നെത്താൻ ആർക്കും പറ്റില്ല. ദൈവ വ്യവസ്ഥ പാലിക്കുന്നതിലൂടെ പറ്റത്തുള്ളൂ. പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ പറ്റത്തുള്ളൂ. പ്രമാണം അനുസരിച്ച് ജീവിക്കാതെ ആർക്കും നിത്യത പ്രാപിക്കാൻ പറ്റില്ല. കുറെ പാട്ടുപാടി ബഹളം വെച്ച് മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് കുറെ പ്രൗഢിയൊക്കെ കാട്ടിക്കൂട്ടി ആൾക്കാരെ രസിപ്പിക്കാൻ, ചിരിപ്പിക്കാൻ, സുഖിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ, അവരെ പ്രസാദിപ്പിക്കാൻ പല ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ച് മുൻപോട്ട് പോകുന്ന വലിയൊരു സമൂഹമായി നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം അധപ്പതിച്ചു പോയി. അത് നാശത്തിലേക്കുള്ള പോക്കാണെന്ന് ഞാൻ മുന്നറിയിപ്പ് തരികയാണ്. നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. രക്ഷപ്പെടണമെങ്കിൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് പണിത് ആത്മാവ് വസിക്കുന്ന ഒരാലയമായി നമ്മൾ തീരണം. അതാ ഇവിടെ എഫേസ്യ ലേഖനം പറയുന്നത്. ദൈവാത്മാവ് വസിക്കുന്ന ഒരാലയമായി, അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ദൈവത്തെ ഓർത്ത് ഈ 3 ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഏതൊക്കെയാണ്? 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയും, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയും, 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയും ഉള്ള വാക്യം. ഇതാ സഭാപണിയുടെ. ഇതിനു മുമ്പ് ഞാൻ ചില പ്രസംഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. കല്ലുകൾ ചേർത്ത് വെച്ച് പണിയുന്ന ഒരു പടത്തോടൊക്കെ പണിതിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ പ്രാവശ്യം പ്രസംഗിക്കുമ്പോഴും ആഴങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മൂലക്കല്ലാകുന്ന യേശു ക്രിസ്തുവിനോട് ചേർത്താണോ ഞാനും നീയും പണിയപ്പെടുന്നതെന്ന് വാട്സപ്പിലൂടെ, ടെലിഗ്രാമിലൂടെ, യൂട്യൂബിലൂടെ ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെയും പാനപാത്രം കുടിക്കുകയും ചെയ്യാൻ. കർത്താവിൻ്റെ മേശ വരുമ്പോൾ ചാടി കയറി തിന്ന്. എനിക്കറിയാം, കർത്താവിൻ്റെ മേശ വിളമ്പാൻ പോലും അതിന് യോഗ്യതയുണ്ട്, ഭക്ഷിക്കാൻ പോലും അത് യോഗ്യതയുണ്ട്. ഇതൊന്നും ഇല്ലാതെ പലരും വിളമ്പിക്കൊടുത്ത് ചാപ്പാട് കഴിക്കുന്ന പോലെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഓർത്ത് ഞാനും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. എനിക്ക് കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കാൻ ഭയമാണ്. ഞാൻ ആ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അത് ഭയഭക്തിയോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി വലിയ ശുദ്ധീകരണത്തോടെ വളരെ ദൈവകൃപയോടുകൂടി അത് ചെയ്യേണ്ടതാണ്. അതങ്ങനെ ചെയ്യാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ചെയ്ത് തിന്ന് കുടിച്ചവരൊക്കെ ഇന്ന് കിടന്ന് കട്ടയടിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുക ഞാൻ. അവർക്ക് സന്തോഷമില്ല, സമാധാനമില്ല, പ്രത്യാശയില്ല. അവർ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് അവർക്ക് യാതൊരു ബോധ്യവുമില്ല. വായി വരുന്ന കോതയ്ക്ക് പോട്ടെന്ന നിലയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഈ വചനഭാഗം പറയുന്നത്, പൗലൂസ് തൻ്റെ പണി ചെയ്തു. ആ പണി ചെയ്തിട്ട് താൻ എന്ത് ചെയ്തു? മറ്റൊരുത്തന് പണിയാൻ വേണ്ടി വേദി ഏൽപ്പിച്ചു കൊടുത്തു. അതാ ഇവിടെ പറയുന്നത്. ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയും. എൻ്റെ പണി കഴിഞ്ഞു, തൻ്റെ പണി കഴിഞ്ഞു. തൻ്റെ പണി കഴിഞ്ഞിട്ട് 2 തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചു. ആ ദിവസത്തിൽ കർത്താവ് എനിക്ക് തരും. നല്ല പ്രാഗൽഭ്യത്തോടെ ആ മനുഷ്യൻ തൻ്റെ പണി ചെയ്ത് കിരീടത്തിനായിട്ട് പോയി. ഇന്നത്തെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരുടെ ഊതിയിട്ടും ഉന്തിയിട്ടും കുരപ്പിച്ചും ചിരിപ്പിച്ചും ഛർദ്ദിപ്പിച്ചും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾ വിട്ട്, അതിരുകൾ വിട്ട്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് വിട്ട് പ്രസംഗിച്ച് പഠിപ്പിച്ച് പണിതുകൊണ്ടിരിക്കുന്ന ഈ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരുടെ ഗതിയെ ഓർത്ത് ഞാൻ കരയുന്നു. കാരണം ഞാനൊരു എളിയ ശുശ്രൂഷകനാണ്. പൗലോസിനെ പോലെ ഏറ്റവും വലിയൊരു ശുശ്രൂഷകൻ. എന്തെല്ലാം കാര്യങ്ങൾ വചനത്തിലൂടെ എനിക്ക് ഇനി പഠിക്കാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ വചനത്തിലൂടെ എനിക്ക് ഗ്രഹിക്കാനുണ്ട്.
ഞാൻ അറിഞ്ഞ അറിവ് വെച്ചും ഗ്രഹിച്ച അത് വെച്ചുമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ പ്രസംഗങ്ങളെയും നമ്മുടെ നിരൂപണങ്ങളെയും നമ്മുടെ വാക്കുകളെയും എല്ലാം ശോധന ചെയ്യുന്ന ദിവസമുണ്ട്. തീ തന്നെ ശോധന ചെയ്യും. മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് വിശ്വാസികളെ കൊണ്ടുവന്ന് ആത്മീയ ജീവനിലേക്ക് നടത്തി മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് പണിത് ദൈവത്തിൻ്റെ ആലയമായി ദൈവം വസിക്കുന്ന മന്ദിരമായി പണിയാത്ത പണിയൊന്നും സ്വർഗം അംഗീകരിക്കുകയില്ല. നിങ്ങൾക്ക് സ്വോത്രാഴ്ച കിട്ടും, ദശാംശം കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾ പറഞ്ഞിട്ട് പാസ്റ്ററിന് കാറില്ലായിരുന്നു, ഒരാൾ കാറ് മേടിച്ചു കൊടുത്തു. പാസ്റ്ററിന് വണ്ടിയില്ലായിരുന്നു, ഒരു ഇന്നോവ മേടിച്ചു കൊടുത്തു. അതൊക്കെ കിട്ടും, പക്ഷെ സ്വർഗരാജ്യം കിട്ടത്തില്ല. അതിനിച്ചിരി പണിയുണ്ട്. 25 വർഷം ദുരുപദേഷ്ടകന്മാരുടെ ദുരുപദേശം കേട്ട് യാതൊരു പ്രത്യാശയില്ലാതെ ജീവിച്ച ഒരു ഹതഭാഗ്യനായിരുന്നു ഞാൻ. വയോവൃദ്ധന്മാരായ ദൈവദാസന്മാരിൽ നിന്നും ഈ പഥ്യവചനം പഥ്യോപദേശം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ പണി തീക്ക് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലായി. ഞാൻ തെന്നിമാറി ദൈവവചനത്തിൻ്റെ വസ്തുപ്രകാരം ജീവിക്കാൻ ആഗ്രഹിച്ച് മുൻപോട്ട് പോകുന്ന ഒരു സാധുവായ മനുഷ്യനാണ്. ദൈവസഭയുടെ ഉപദേശം ഒരളവിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വർഗത്ത് പോകണം, നമുക്ക് നിത്യത പ്രാപിക്കണം. ഇന്നത്തെ പ്രോസ്പെക്റ്റിക്കാരുടെ നാവിൽ സ്വർഗമെന്നോ നിത്യതെന്നോ നിത്യജീവനെന്നോ ഒരു വാക്ക് അവരുടെ നാവിൽ വരില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ നരകത്തിൻ്റെ ശുശ്രൂഷകന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ അതിനെല്ലാം ശുശ്രൂഷിക്കുന്നത് പൗലോസ് പറയുന്ന ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അവനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തുകൊണ്ട് പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ദൈവവചനം പ്രസംഗിക്കുക ചെയ്യുന്നത്. അതിന് ലാഭേച്ഛകളൊന്നും നോക്കുന്നില്ല. ആരെങ്കിലും തന്നാലായി, തന്നില്ലേ, അതൊന്നും അല്ല നമ്മുടെ വിഷയം. വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. കർത്താവ് നമ്മളെ നടത്തും. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, ഈരണ്ടായിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞു വിട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? എൻ്റെ ദൈവമേ, വചനം കേൾക്കുമ്പോൾ നമ്മുടെ ചങ്ക് പിളരുക. എന്തെങ്കിലും കുറവുണ്ടായോ? അവർ പറഞ്ഞു, ഒരു കുറവുണ്ടായില്ല. ഇന്നത്തെ ഈ കള്ളപ്രവാചകന്മാരും ദുർവിരക്ഷകന്മാരും 2 പത്രോസിൻ്റെ ലേഖനം ഒന്ന് വായിച്ച സൗരി, പെട്ടെന്ന് വായിച്ചൊക്കെ നിർത്താം. 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. ഇന്ന് കാണുന്ന ശുശ്രൂഷകന്മാരിൽ നല്ലൊരു ശതമാനം അതാണെന്ന് പറഞ്ഞ് വേദനയോടെ ഞാൻ പറയട്ടെ. വായിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. കള്ളപ്രവാചകന്മാരും ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അതാ ഇപ്പൊ അനുകരിച്ചുകൊണ്ടിരിക്കുന്ന പലരും ദൂഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. ഇനി നാശം എന്താണെന്ന് അറിയണമെങ്കിൽ 2 പത്രോസിന്റെ ലേഖനം 2-ാം ലേഖനം 1 മുതൽ അതിൻ്റെ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. അവരെ കുറിച്ച് പറയുന്നത്, എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് വന്നു ഭവിച്ചു. ഈ കള്ളപ്രവാചകന്മാരും ദുർവിരക്ഷകന്മാരും അവർ പ്രാരംഭത്തിൽ കള്ളപ്രവാചകന്മാരും ദുർവിരക്ഷകന്മാരായിരുന്നില്ല. അവർ നല്ല വചനമൊക്കെ പറഞ്ഞ് മുമ്പോട്ട് വന്നു. പൈസയ്ക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി അവരിഷ്ടം പോലെ ദുരുപദേശം പറഞ്ഞ് ഛർദ്ദിച്ചത് തിന്നുന്നതും പന്നിയെപ്പോലെ അശുദ്ധിയിൽ കിടന്ന് ഉരുളുന്നതുമായ ശുശ്രൂഷകൾ. അതാണ് 8ഉം 10ഉം പോക്കറ്റും കൊണ്ട് നടക്കുന്നത്. ഇനിയെങ്കിലും തിരിച്ചറിയുക, പ്രബുദ്ധരായ പെന്തക്കോസ്ത് സമൂഹമേ, ഇനിയെങ്കിലും നിങ്ങളിത് തിരിച്ചറിഞ്ഞ് ഈ കള്ളപ്രവാചകന്മാരുടെ ദുരുപദേഷ്ടകന്മാരുടെ ഉപദേശങ്ങൾ വിട്ടുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മയിൽ ചപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വീണ്ടും വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങുവാൻ തക്കവണ്ണം സർവശക്തനായ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് ഈ വനങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം പറയാം. അല്പസമയം സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ചാട്ടെ സഹോദരാ.
ഹല്ലേലൂയ 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 ദൈവമേ കേൾപ്പിച്ച വചനത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. ചൂട ഇത്ര വലിയൊരു സന്ദേശം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്ന സ്തോത്രം. ഒന്ന് കൊരിന്ത്യർ 3-ാമത്തെ തിരുവചനസത്യം പഠിക്കുവാൻ ദൈവദാസിൽ കൂടി ആഴമായ വചനങ്ങൾ പരിശുദ്ധാത്മാവ് പകർന്നതിനായ സ്തോത്രം. കർത്താവ് ആത്മീയ കൂട്ടായ്മ പങ്കാളിയാവാൻ കൃപന്നതിനായ സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് വലിയൊരു ഈ 3 പേരാണെങ്കിൽ ദൈവം വലിയൊരു സാന്നിധ്യം ദൈവ അനുഭവം നൽകിയതിനായ സ്തോത്രം. ഈ കൂട്ടായ്മ നല്ലൊരു അനുഭവത്തിൽ ദൈവം നിറച്ചതിനായ സ്തോത്രം. ഞങ്ങൾക്ക് ദൈവം ആത്മീയ ഭക്ഷണങ്ങൾ ഞങ്ങൾ ആത്മീയനായി മുന്നേറുവാനുള്ള കൃപ കർത്താവിന്റെ വരവിനുവേണ്ടി ഒരുങ്ങിയിരിപ്പാൻ സദാകാലം പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പാൻ കൃപ തരണമേ. സ്വത്രം 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 സ്വത്രം. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനയുടെ സ്വത്രം.